ശ്രീവിദ്യാം ശിവവാമഭാഗനിലയാം ഹ്രീങ്കാരമന്ത്രോജ്വലാം ശ്രീചക്രാങ്കിതബിന്ദുമധ്യവസതിം ശ്രീമത് സഭാനായകീം ശ്രീമത് ഷൺമുഖവിഘ്നരാജജനനീ ശ്രീമത് ജഗന്മോഹിനീ മീനാക്ഷീം പ്രണതോസ്മി സന്തതമഹം കാരുണ്യവാരാനിധിം. ശ്രീവിദ്യാം ശിവവാമഭാഗനിലയാം. നമസ്കാരം. മാവേലിക്കര വലിയ കൊട്ടാരം നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി യൂട്യൂബ് ചാനലിൽ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. മൂകാംബിക ദേവിയെ കീർത്തിക്കുന്ന പ്രശസ്തമായ ഒരു ഗാനമാണ് ഞാൻ ആലപിക്കുന്നത്. മൂകാംബികേ ഹൃദയതാളാഞ്ജലി പ്രണവനാദാംബികേ സകല വേദാംബികേ ജ്ഞാനാമെഴുത്തോല ചിറകിൽ മൈക്കൺമുന ഗാനാമൃതം ചുരത്തി തരുമോ നീ ജ്ഞാനാംബികേ എന്നിൽ വരുമോ. മൂകാംബികേ ഹൃദയതാളാഞ്ജലി പ്രണവനാദാംബികേ സകല വേദാംബികേ. കണിവെള്ളത്താമര പൂവിലും കരളിലും കതിരായി വിടർന്നവളേ, ബ്രഹ്മകലയായി വിടർന്നവളേ. കണിവെള്ളത്താമര പൂവിലും കരളിലും കതിരായി വിടർന്നവളേ, ബ്രഹ്മകലയായി വിടർന്നവളേ. തൃക്കാലടികൾ ഇളകുമ്പോൾ ഉഷസിന്റെ മുക്കാലം തീർത്തവളേ, നിന്നക കല ചന്ദ്ര കലയായി തെളിയുന്ന നിമിഷം ഞാനല്ലോ, നീയാം നിത്യത ഞാനല്ലോ. മൂകാംബികേ ഹൃദയതാളാഞ്ജലി പ്രണവനാദാംബികേ സകല വേദാംബികേ ജ്ഞാനാമെഴുത്തോല ചിറകിൽ മൈക്കൺമുന ഗാനാമൃതം ചുരത്തി തരുമോ നീ ജ്ഞാനാംബികേ എന്നിൽ വരുമോ. അക്ഷരച്ചിമിഴിലും ആത്മാവിൻ പോരുളിലും അമൃതായി പുലർന്നവളേ, മൃത്യും ജയമന്ത്രം മൊഴിഞ്ഞവളേ. അക്ഷരച്ചിമിഴിലും ആത്മാവിൻ പോരുളിലും അമൃതായി പുലർന്നവളേ, മൃത്യും ജയമന്ത്രം മൊഴിഞ്ഞവളേ. കച്ചപിനാദ തരംഗത്തിൽ മൂലോകം കവിതയായി വിടർന്നവളേ, നിൻമുഖ കല സൂര്യ കലയായി ജ്വലിക്കുന്ന രഹസ്യം ഞാനല്ലോ, നീയാം നിറകുടം ഞാനല്ലോ. മൂകാംബികേ ഹൃദയതാളാഞ്ജലി പ്രണവനാദാംബികേ സകല വേദാംബികേ ജ്ഞാനാമെഴുത്തോല ചിറകിൽ മൈക്കൺമുന ഗാനാമൃതം ചുരത്തി തരുമോ നീ ജ്ഞാനാംബികേ എന്നിൽ വരുമോ.
മൂകാംബികെ ഹൃദയതാളാഞ്ജലി പ്രണവനാദാംബികെ സകല വേദാംബികേ. എല്ലാവർക്കും എൻ്റെ നവരാത്രി ആശംസകൾ. യുവയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ ആഘോഷ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞല്ലോ. കഴിഞ്ഞിടത്തോളം പരിപാടികൾ കേട്ടു, എല്ലാം വളരെ നന്നായിരുന്നു. തുടക്കം തന്നെ ഗൗരി വന്ദന എനിക്ക് വളരെ ഇഷ്ടമായി. ചെറിയ കുട്ടികളുടെ പാട്ട് നന്നായിരുന്നു, തബലവാദനം നന്നായിരുന്നു, കവിതാപാരായണം വളരെ നന്നായിരുന്നു. ഇതെല്ലാം എനിക്ക് വളരെ ഇഷ്ടമായി. മുതിർന്നവരുടെ സന്ദേശങ്ങളും എല്ലാവരുടെയും, ഉണ്ണിയുടെ, സുകുമാരൻ്റെ, കുഞ്ഞണ്ണൻ്റെ ഒക്കെ സന്ദേശം കേട്ടു.
കുമാരൻ്റെ സന്ദേശവും അവൻ്റെ ഓർമ്മകളും കേട്ടു. അതെനിക്ക് വളരെ സന്തോഷമായി. ഞങ്ങളുടെ വല്യമ്മയെ പറ്റി അവൻ പറഞ്ഞത് ഒരുപാട് സന്തോഷമായി. ഇനി ഞാൻ കുട്ടികളോടാണ് പറയാൻ പോകുന്നത്. മഹിഷാസുരൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഇത് ദേവി ഭാഗവതത്തിലെ ഒരു കഥയിൽ നിന്നും ഉള്ളതാണ്. മഹിഷാസുരൻ എന്ന അസുരൻ അതിബലവാനും ശക്തിയുള്ളവനുമായിരുന്നു. അവന് പോത്തിൻ്റെ രൂപമായിരുന്നു. മാത്രമല്ല അവന് പരമശിവനിൽ നിന്നും ഒരു വരം കിട്ടിയിരുന്നു. ആർക്കും അവനെ ഒന്നും ചെയ്യാൻ ഒക്കില്ല. ആ ബലത്തിൻ്റെ പേരിലും അവൻ്റെ ശാരീരികമായ ശക്തിയുടെ അഹങ്കാരത്തിലും അവൻ എല്ലാവരെയും ഉപദ്രവിച്ചു. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതായപ്പോൾ ദേവന്മാരെല്ലാവരും കൂടി ഇവനെ നശിപ്പിക്കാനായി ഒരു ദേവിയെ സൃഷ്ടിച്ചു. അത് ശക്തിമയായ ഒരു ദേവി. ആ ദേവിയുടെ 2 സഹോദരിമാരായ ലക്ഷ്മിയുടെയും ദുർഗയുടെയും കൂടി സഹായത്തോടെ 9 ദിവസം യുദ്ധം ചെയ്ത് ഇവനെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദേവി പല രൂപത്തിൽ യുദ്ധം ചെയ്യുന്നു. ഈ മഹിഷാസുരനാണെങ്കിലും പോത്തായും ആനയായും പുലിയായും പാമ്പായും ഒക്കെ യുദ്ധം ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം അവസാനം അതിഘോരമായ യുദ്ധത്തിൽ ദേവി 10-ാം ദിവസം ഇവനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് മഹിഷാസുരൻ്റെ കഥ. നന്മയുടെ വിജയം, അതാണ് വിജയദശമി. ഇത് നമ്മുടെ നാട്ടിൽ പല വിധത്തിൽ ഘോഷിക്കുന്നുണ്ട്. പല നാട്ടിൽ, ഗുജറാത്തിൽ അവരതിന് ദാണ്ഡിയ അല്ലെങ്കിൽ ഗർബ ഡാൻസ് എന്ന് പറയുന്നു. രാത്രി മുഴുവൻ അവർ ഡാൻസ് ചെയ്യും. ചെറിയ കുട്ടികളും വലിയവരും വയസ്സായവരും ഒക്കെ നന്നായി വേഷം കെട്ടി തിളങ്ങുന്ന ഉടുപ്പൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യും. വെസ്റ്റ് ബംഗാളിൽ ദേവിയുടെ വിഗ്രഹം അവരുണ്ടാക്കി, വലിയ വലിയ വിഗ്രഹം ഉണ്ടാക്കി നന്നായി അലങ്കരിച്ച് ആൾക്കാർ രാത്രി മുഴുവൻ ദേവിയെ കാണാൻ ഇങ്ങനെ നടക്കും. അവർക്ക് ഉറക്കമില്ല. ദേവിയുടെ രൂപം കണ്ട് സന്തോഷിച്ച് നടക്കും. 10-ാം ദിവസം ദേവിയെ ഗംഗയിൽ വിസർജിക്കുകയാണ് ചെയ്യുന്നത്. കർണാടകത്തിൽ വരുമ്പോൾ അത് ദസറയാണ്. അവിടെ ശ്രീരാമൻ്റെ വിജയം രാവണൻ്റെ മേൽ. അതിൽ രാവണനെ അവർ നശിപ്പിക്കുന്നത് വലിയ രൂപം ഉണ്ടാക്കി അത് മുഴുവൻ പടക്കവും മറ്റും കുത്തി നിറച്ച് അത് കത്തിക്കും. അത് പൊട്ടിത്തെറിച്ച് അങ്ങനെയാണ് അവരുടെ ആഘോഷം. തമിഴ്നാട്ടിൽ വരുമ്പോൾ അവർ ബൊമ്മകളെ നിറയെ നിരത്തി വെച്ച് അലങ്കരിച്ച് പൂജിക്കും. വിളക്കെല്ലാം കത്തിച്ച് വെച്ചിട്ട് നമ്മളെയൊക്കെ ഈ കൊലു കാണാൻ ക്ഷണിക്കും. നമ്മൾ അവിടെ ചെന്നിരുന്ന് കൊലു കാണുകയും പ്രാർത്ഥിക്കുകയും വേണം. അവർ പലപ്പോഴും പാടാൻ പറയും, ദേവീസ്തുതി പാടുകയും വേണം. തിരിച്ചു ഇറങ്ങി പോരുന്ന സമയത്ത് അവർ നമുക്കൊരു ഗിഫ്റ്റും തന്നെ വിടും, ഒരു പൊതി, നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട്. അതാണ് അവരുടേത്. നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമുക്ക് ഈ മാതിരി ആഘോഷങ്ങളൊന്നുമില്ല. 9 ദിവസം നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കുന്നു, കുളിച്ചമ്പലത്തിൽ പോകുന്നു, എല്ലാം ഉണ്ട്. അവസാനത്തെ 3 ദിവസം മാത്രമാണ് നമ്മുടെ പൂജ അല്ലെങ്കിൽ വിദ്യാരംഭം. നമ്മൾ പൂജ പുസ്തകങ്ങൾ അല്ലെങ്കിൽ വാദ്യോപകരണങ്ങൾ ഇതെല്ലാം ദേവിയുടെ മുമ്പിൽ വെച്ച് പൂജിക്കുന്നു. അത് കഴിഞ്ഞ് വിദ്യാരംഭത്തിന് ഇത് പുറത്തെടുക്കുന്നു. എല്ലാവരും വിദ്യകളൊക്കെ അഭ്യസിച്ചു തുടങ്ങുന്നു. പാട്ട് പാടുന്നു, പടം വരയ്ക്കുന്നു, നൃത്തം അഭ്യസിക്കുന്നു. ഇതെല്ലാം അന്നത്തെ ദിവസമാണ് തുടങ്ങുന്നത്. വിദ്യാരംഭം നമ്മൾ പറയും. ഇതാണ് നമ്മുടെ രീതി. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ പൂജ തുടങ്ങിയിരിക്കുകയാണ് സീസൺ. ഇത്തവണയും നമ്മുടെ പൂജയും നവരാത്രിയും വളരെ നന്നായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ദേവിയുടെ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഥമാ വന്ദന ഗൗരീ നന്ദന, പ്രഥമാ വന്ദന ഗൗരീ നന്ദന, ഓം ശിവനന്ദന പാഹി ഗജാനന, ഓം ശിവനന്ദന പാഹി ഗജാനന, പ്രഥമാ വന്ദന ഗൗരീ നന്ദന, പ്രഥമാ വന്ദന. एकदन्त गुणवन्त विनायक, एकदन्त गुणवन्त विनायक, प्रणव स्वरूपा पाहि गजानन, प्रणव स्वरूपा पाहि गजानन, प्रथमा वन्दना गौरी नन्दना, प्रथमा वन्दना.
ലംബോദര ഹേ ശംഭുവിനായക ലംബോദര ഹേ ശംഭുവിനായക ബിംബിടതേ പോരേ അഭയപ്രദായക ബിംബിടതേ പോരേ അഭയപ്രദായക പ്രഥമ വന്ദന ഗൗരീ നന്ദന പ്രഥമ വന്ദന.